ജിയോ പൊളിറ്റിക്സിനെയും എനർജി മാർക്കറ്റിനെയും അപ്പാടെ ഉലയ്ക്കുന്ന ഒരു ന്യൂസാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നമ്മൾ എപ്പോഴും കേൾക്കാറുള്ളത് ഇന്ത്യ റഷ്യയിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് കോടിക്കണക്കിന് ബാരൽ ക്രൂഡ് ഓയിൽ വാങ്ങുന്നു എന്നാണ്, അല്ലെ? എന്നാൽ ഇപ്പോൾ കഥ അപ്പാടെ തിരിഞ്ഞിരിക്കുകയാണ്. ഒരു വൻ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന റഷ്യ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇന്ത്യയോട് ഗ്യാസോലിൻ, അതായത് നമ്മൾ ഉപയോഗിക്കുന്ന പെട്രോളും ഇന്ധനങ്ങളും തിരിച്ചു തന്ന് സഹായിക്കണമെന്ന് ഒഫീഷ്യലായിട്ട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ഉൽപ്പാദകരായ റഷ്യയ്ക്ക് ഇതെന്തു പറ്റി? റഷ്യയിൽ ഇന്ധനക്ഷാമം വരാൻ കാരണം എന്താണ്? ഇതിന് പിന്നിൽ യുക്രൈൻ നടത്തിയ ആ പ്ലാൻ എന്താണ്? പരിശോധിക്കാം. ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത്, റഷ്യ ഒരു വലിയ ക്രൂഡ് ഓയിൽ എക്സ്പോർട്ടറാണ്. പക്ഷേ അവർക്ക് ഇപ്പോൾ എണ്ണ ശുദ്ധീകരിക്കാൻ പറ്റുന്നില്ല, അതായത് റിഫൈൻ ചെയ്യാൻ പറ്റുന്നില്ല. റഷ്യ യുക്രൈൻ യുദ്ധം 4ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ യുക്രൈൻ തങ്ങളുടെ തന്ത്രം മാറ്റിപ്പിടിച്ചു. അവർ റഷ്യയുടെ ഉള്ളിലുള്ള വലിയ ഓയിൽ റിഫൈനറീസിനെ ലക്ഷ്യമിട്ട് വൻതോതിൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തി. ലേറ്റസ്റ്റ് റിപ്പോർട്ടുകൾ പ്രകാരം മെയ് ജൂൺ മാസങ്ങളിൽ മാത്രം റഷ്യയുടെ 20-ലധികം പ്രധാന റിഫൈനറികളാണ് യുക്രൈൻ ബോംബിട്ട് തകർത്തത്. ഇതിന്റെ ഫലമായിട്ട് റഷ്യയുടെ മൊത്തം റിഫൈനിങ് കപ്പാസിറ്റിയുടെ ഏതാണ്ട് 30 മുതൽ 45% വരെ പൂർണ്ണമായും ഓഫ്ലൈനായി, അതായത് പ്രവർത്തനരഹിതമായിരിക്കുകയാണ്. ക്രൂഡ് ഓയിൽ കയ്യിലുണ്ടായിട്ടും അത് പെട്രോളോ ഡീസലോ ആക്കി മാറ്റാൻ റഷ്യയ്ക്ക് കഴിയുന്നില്ല. ഇതിനെ തുടർന്ന് റഷ്യയിലെ ഗ്യാസോലിൻ ഉൽപ്പാദനം ഒറ്റയടിക്ക് 25%-ഓളമാണ് ഇടിഞ്ഞത്. ഈ ഒരു സംഭവം റഷ്യയുടെ ആഭ്യന്തര വിപണിയെ എങ്ങനെയൊക്കെ ബാധിച്ചു എന്ന് കേട്ടാൽ ശരിക്കും ഞെട്ടും. റഷ്യയിലെ 83 റീജിയൻസിൽ 50-ലധികം സ്ഥലങ്ങളിലും ഇപ്പോൾ ഇന്ധനം റേഷനിങ് സിസ്റ്റം വഴിയാണ് കൊടുക്കുന്നത്. ഗാസ്പ്രോം, നെഫ്റ്റ്, ലുക്കോയിൽ തുടങ്ങിയ പ്രമുഖ കമ്പനികളുടെ പമ്പുകളിൽ വണ്ടിയുടെ ടാങ്കിലേക്ക് നേരിട്ട് മാത്രമേ ഇന്ധനം അടിക്കാൻ പറ്റൂ. ഒരാൾക്ക് പരമാവധി 40 ലിറ്റർ ഗ്യാസോലിൻ അല്ലെങ്കിൽ 80 ലിറ്റർ ഡീസൽ ക്യാനുകളിലോ കുപ്പികളിലോ ഇന്ധനം വാങ്ങി കൊണ്ടുപോകാൻ പൂർണ്ണ നിരോധനവുമുണ്ട്. ഇനി റഷ്യയുടെ തലസ്ഥാനമായ മോസ്കോയ്ക്ക് ആവശ്യമായിരുന്ന 40% ഇന്ധനവും നൽകിയിരുന്ന കെപ്പോഡ്നിയ റിഫൈനറി തകർന്നതോടെ ഇത് ഇനി 2027 മുൻപ് തുറക്കാൻ പറ്റില്ല എന്നാണ് വിദഗ്ധർ പറയുന്നത്. ദിവസേന 25,000 ടൺ ഇന്ധനത്തിന്റെ കുറവാണ് റഷ്യ നേരിടുന്നത്. ഇവിടെയാണ് ഇന്ത്യ ഒരു ബിഗ് പ്ലെയർ ആയി വരുന്നത്. ഒരു വശത്ത് അടുത്തിടെ പശ്ചിമേഷ്യയിൽ ഉണ്ടായ സംഘർഷങ്ങളെ തുടർന്ന് സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് വഴിയുള്ള എണ്ണവരവ് തടസ്സപ്പെട്ടപ്പോൾ ഇന്ത്യയുടെ നാഷണൽ എനർജി സെക്യൂരിറ്റി ഉറപ്പാക്കാൻ നമ്മൾ റഷ്യൻ ക്രൂഡ് ഓയിൽ വൻതോതിൽ വാങ്ങിയിരുന്നു. ജൂൺ മാസത്തിൽ ഇന്ത്യയുടെ റഷ്യൻ എണ്ണ ഇറക്കുമതി റെക്കോർഡ് ഉയരത്തിലാണ് എത്തിയത്, ഏതാണ്ട് 2.6 മില്യൺ ബാരൽ പ്രതിദിനം. ഇപ്പോൾ റഷ്യയ്ക്ക് ഗ്യാസോലിൻ ക്ഷാമം വന്നപ്പോൾ അവർ ഇന്ത്യയെ സമീപിച്ചു. അന്താരാഷ്ട്ര ട്രേഡേഴ്സ് വഴി ഇതിനോടകം തന്നെ ഏതാണ്ട് 60,000 മെട്രിക് ടൺ ഇന്ത്യൻ ഗ്യാസോലിൻ റഷ്യയിലേക്ക് കയറ്റി അയച്ചു കഴിഞ്ഞു എന്നാണ് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഓരോ മാസവും 4 ലക്ഷം ടൺ ഇന്ധനം വരെ ഇന്ത്യയിൽ നിന്നും മറ്റ് സഖ്യകക്ഷികളിൽ നിന്നും ഇറക്കുമതി ചെയ്യാനാണ് റഷ്യൻ പ്ലാൻ. ഇതിനായിട്ട് റഷ്യൻ പാർലമെന്റായ സ്റ്റേറ്റ് ഡ്യൂമ തങ്ങളുടെ നികുതി നിയമത്തിൽ ഭേദഗതി വരുത്തി വിദേശത്ത് നിന്ന് ഇന്ധനം ഇറക്കുമതി ചെയ്യുന്ന കമ്പനികൾക്ക് വൻതോതിൽ സബ്സിഡി നൽകാനും അനുമതി നൽകിയിട്ടുണ്ട്. എന്നാൽ ഇവിടെ മറ്റൊരു ട്വിസ്റ്റ് കൂടിയുണ്ട്. ഈ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ ഇന്ത്യയുടെ പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി ഒരു കാര്യം വ്യക്തമാക്കി. ഇന്ത്യൻ പൊതുമേഖലാ കമ്പനികളൊന്നും നേരിട്ട് റഷ്യയ്ക്ക് പെട്രോൾ വിൽക്കുന്നില്ല. അങ്ങനെയെങ്കിൽ ഈ ഇന്ധനം എങ്ങനെ അവിടെ എത്തി? അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് ഇന്റർനാഷണൽ ട്രേഡിംഗ് ഏജൻസികളാണ്. ഇന്ത്യയിലുള്ള റഷ്യൻ പങ്കാളിത്തമുള്ള നയാര എനർജി പോലെയുള്ള പ്രൈവറ്റ് റിഫൈനറീസിൽ നിന്നാണ് ഈ ഇന്ധനം റഷ്യയിലേക്ക് പോകുന്നത്. റഷ്യയിൽ നിന്നുള്ള അസംസ്കൃത എണ്ണ ഇന്ത്യയിൽ എത്തിച്ച് ശുദ്ധീകരിച്ച് അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള യൂറോ 5 പെട്രോൾ ആക്കി മാറ്റി അതേ ഇന്ധനം റഷ്യയിലേക്ക് തന്നെ തിരിച്ചയക്കുന്നു. നിയമപരമായിട്ട് ഇതിൽ തെറ്റില്ലാത്തത് കൊണ്ട് സാങ്ഷൻസ് മറികടക്കാൻ റഷ്യയ്ക്ക് ഇതൊരു മികച്ച വഴിയാണ്. ഈ ഒരു നീക്കത്തിലൂടെ ജിയോ പൊളിറ്റിക്സിൽ ഇന്ത്യ എത്രത്തോളം നിർണായകമായ ശക്തിയായിട്ട് മാറിയെന്ന് നമുക്ക് മനസ്സിലാക്കാം. റഷ്യയുടെ എണ്ണ വാങ്ങി പ്രതിസന്ധിയിലായ വെസ്റ്റേൺ രാജ്യങ്ങളെ ഞെട്ടിച്ച ഇന്ത്യ ഇപ്പോൾ അതേ റഷ്യയ്ക്ക് പെട്രോൾ നൽകി വീണ്ടും ലോകശ്രദ്ധ നേടുകയാണ്. റഷ്യയുടെ ഈ അവസ്ഥ താൽക്കാലികമാണ് എന്നും അവരുടെ റിഫൈനറീസ് അറ്റകുറ്റപ്പണി തീർത്ത് വരുന്നത് വരെ ഈ എക്സ്പോർട്ട് തുടരുമെന്നുമാണ് വിദഗ്ധർ പറയുന്നത്. ചരിത്രത്തിൽ ഒരുപാട് എനർജി സ്റ്റോറീസ് നമ്മൾ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. പക്ഷേ ലോകത്തിലെ ഏറ്റവും വലിയ ഓയിൽ പ്രൊഡ്യൂസർ ആയിട്ടുള്ള റഷ്യ ഇന്ത്യയിൽ നിന്ന് പെട്രോൾ തേടുന്ന സാഹചര്യം, ഇത് ഗ്ലോബൽ എനർജി മാപ്പ് എത്ര വേഗത്തിലാണ് മാറുന്നതെന്ന് കാണിക്കുന്ന വലിയ സൂചനയാണ്. യുക്രൈനിന്റെ ആക്രമണങ്ങൾ തുടർന്നാൽ റഷ്യയുടെ ഫ്യൂവൽ ക്രൈസിസ് കൂടുതൽ രൂക്ഷമാകുമോ? ഇന്ത്യ കൂടുതൽ സപ്ലൈസ് നൽകുമോ? അതോ ഇത് താൽക്കാലിക പ്രതിസന്ധി മാത്രമാണ്? ലോകം ഉറ്റുനോക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.